ദൈവം എൻ്റെ ഉള്ളത്തിൽ തന്ന നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന അനുഗ്രഹീതമായ ഒരു ചിന്ത. ആവർത്തന പുസ്തകം 28-13 വാക്യത്തിൽ ദൈവം നിന്നെ വാലല്ല തലയാക്കും, നീ ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കത്തില്ല. വളരെ സുപരിചിതമായൊരു വാക്യമാണ്. എന്തുകൊണ്ടാണ് ദൈവം അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് ആവർത്തിച്ച് പറയാൻ കാരണം? നിന്നെ വാലല്ല തലയാക്കും, നീ ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കത്തില്ല. ലൈവിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരും ഇതിന് ശേഷം ഈ ലൈവ് കാണുന്നവരും നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു ചിന്തയാണ് ആത്മാവിൽ ഞാൻ കൈമാറുന്നത്. ദൈവം തന്റെ സാദൃശ്യത്തിലും തന്റെ സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ. ദൈവത്തിന്റെ സാദൃശ്യം സ്വരൂപം എന്ന് പറയുമ്പോൾ അതിന്റെ ഒറിജിനൽ വെർഷനിൽ ദൈവത്തിന്റെ സ്വരൂപത്തിലും സ്വഭാവത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനാണ്. ഇപ്പൊ ദൈവത്തിന്റെ സ്വരൂപത്തിലും ദൈവത്തിന്റെ സ്വഭാവത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ, ദൈവത്തിന്റെ ജ്ഞാനത്തിലും ദൈവത്തിന്റെ നീതിയിലും സത്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ, ദൈവത്തിന്റെ വിശുദ്ധിയിലും ദൈവത്തിന്റെ പരിജ്ഞാനത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ, ദൈവം സൃഷ്ടിച്ച സകല സൃഷ്ടികളുടെ മേലും വാഴുവാൻ അധികാരവും ശക്തിയും കൊടുത്ത് സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ. എത്ര വെർത്തായ ഒരു ലൈഫായിരുന്നു ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് കൈമാറിയത്. ആ സമ്പന്നമായ ലൈഫ് ദൈവം ചെയ്യരുതും എന്ന് പറഞ്ഞ പ്രവൃത്തി ചെയ്യുവാൻ പിശാചിൽ നിന്ന് വന്നൊരു അറിവിനാൽ ആദിമ മനുഷ്യനായ ആദാം ഹവ്വ ദമ്പതിമാർ പ്രവർത്തിച്ചപ്പോൾ എല്ലാറ്റിൻ്റെയും തലയായിരുന്ന ചരാചരങ്ങളുടെയും മേലിൽ വാഴുവാൻ ശക്തിയും അധികാരം കൊടുത്ത് തലയാക്കി വെച്ച മനുഷ്യൻ ഒന്നുമില്ലാത്തവനായി വാലായി തീർന്നതുപോലെ സകലതും നഷ്ടപ്പെട്ടു. എന്നാൽ ദൈവത്തിന്റെ മുൻ നിർണയത്തിൽ സത്താന്യ അറിവിനാൽ നഷ്ടപ്പെടുത്തി കളഞ്ഞ ആ ദൈവിക ജീവിതത്തിലേക്ക് മനുഷ്യനെ തിരികെ കൊണ്ടുവരുവാൻ ദൈവത്തിന് ഇഷ്ടം തോന്നി. ദൈവം തന്റെ കാലസമ്പൂർണതയിൽ യേശു ഭൂമിയിൽ മനുഷ്യനായി പിറക്കുകയും തന്റെ മഹത്വമുള്ള 3.5 വർഷത്തെ ശുശ്രൂഷകൾ പൂർത്തീകരിച്ച് കാൽവരിയിൽ മാനവരാജിക്ക് വേണ്ടി, മാനവ കുലത്തിനു വേണ്ടി യാഗമായി തീരുകയും അത് നിമിത്തം മനുഷ്യന് നഷ്ടപ്പെട്ടതെല്ലാം തിരികെ കൊടുക്കുവാൻ ദൈവത്തിന് ഇഷ്ടം തോന്നി. അതുകൊണ്ടാണ് പഴയ നിമിത്തം പറഞ്ഞത്, ഞാൻ നിന്നെ വാലല്ല തലയാക്കും,
നീ ഉയർച്ച തന്നെ പ്രാപിക്കും. ഇന്നും ഒരു ഉയർച്ച പ്രാപിപ്പാൻ കഴിയാതെ വണ്ണം എന്റെ ജീവിതം ഇങ്ങനെയൊക്കെയായി, ഇനി ഇതൊന്നും ശരിയാകാൻ പോകുന്നില്ല, പോകുന്നത് പോലെയൊക്കെ പോട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഈ സന്ദേശം കേൾക്കുന്നതെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധയാത്മാവ് നിങ്ങളോട് പറയുന്നു, വിശ്വസിക്കാൻ നിന്റെ ഹൃദയത്തെ നീ രൂപപ്പെടുത്തുന്നുവെങ്കിൽ. എങ്ങനെ വിശ്വസിക്കണം? സംശയം കൂടാതെ, അവിശ്വാസം കൂടാതെ, രണ്ട് ചിന്തകൾ കൂടാതെ, ദൈവം പറയുന്ന അതേ കാര്യം അതുപോലെ വിശ്വസിക്കുവാൻ നിന്റെ ഹൃദയത്തെ നീ ഒരുക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ ആത്മ പറയുന്നു, താഴ്ചയിൽ നിന്നും ദൈവം നിന്നെ ഉയർച്ചയിലേക്ക് മാറ്റുന്ന നിമിഷമാണ്. ദാരിദ്ര്യത്തിൽ നിന്നും സമൃദ്ധിയിലേക്ക് കൊണ്ടുപോകുന്ന സമയമാണ്. കടബാധ്യതകളെ മാറ്റി ഒരു സ്റ്റേബിളായ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി തരുന്ന ഒരു സമയമാണ്. ഇല്ലായ്മയിൽ നിന്നും അനേകർക്ക് കൊടുക്കുവാൻ കഴിയുന്ന ഒരനുഭവത്തിലേക്ക് ദൈവം നിന്നെ ലിഫ്റ്റ് ചെയ്യുന്ന സമയമാണ്. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്, നിങ്ങൾ ഏക മനസ്സുള്ളവരായി, ഏക സ്നേഹം കൊണ്ട്, ഏക ഹൃദയമുള്ളവരായി. അപ്പൊ ദൈവത്തിന്റെ ആഗ്രഹം നീ ഉയർച്ച പ്രാപിക്കണം എന്നതാണ്. നീ ഒരു തലയായിരിക്കണം എന്നതാണ്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പഴയ നിയമം ക്രിസ്തുവിന്റെ നിഴലും പുതിയ നിയമം ക്രിസ്തുവിന്റെ വെളിപ്പെട്ട പൊരുളുമാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നിന്റെ തല ക്രിസ്തുവാണ്. അതുകൊണ്ട് കർത്താവിന്റെ വചനം പറയുന്നു, മുൻപിലത്തെ കഷ്ടങ്ങൾ നിന്റെ കണ്ണിന് മറവായിരിക്കുകയും ഭൂമിയിൽ തന്നെത്താൻ അനുഗ്രഹിക്കുന്നവൻ സത്യദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. രാവിലെ എണീറ്റിട്ട്, ഈ പ്രഭാതം എങ്ങനെ നേരം വെളുക്കണ്ടായിരുന്നു, ഇന്നത്തെ പ്രശ്നങ്ങൾ ഓർക്കുമ്പോൾ എങ്ങനെ പുറത്തേക്ക് ഇറങ്ങാൻ കഴിയും എന്നെല്ലാം വികലമായ ചിന്തകളും പ്രശ്നത്തിന്റെ കാഠിന്യമേറിയ അന്തരീക്ഷത്തിലുമായിരിക്കുന്നുവെങ്കിൽ, പരാതിയും കുറവുകളും ദാരിദ്ര്യത്തിന്റെയും പ്രശ്നസങ്കീർണമായ ചിന്തകളോടുകൂടിയാണ് എഴുന്നേൽക്കുന്നതെങ്കിൽ ഇന്നതിന് വിരാമം കുറിക്കുക. നീ നിന്റെ തലയിൽ കൈവച്ച് പറയുക, ഇങ്ങനെയൊരു തല ലോകത്തിൽ മറ്റാർക്കുമില്ല. ദൈവമേ, എന്റെ തല ക്രിസ്തുവായിരിക്കുക. മുൻപിലത്തെ എല്ലാ കഷ്ടങ്ങൾ, പ്രയാസങ്ങൾ, പ്രതികൂലങ്ങൾ, നിന്ദകൾ, പരിഹാസങ്ങൾ, ഒറ്റപ്പെടലുകൾ ഇതെല്ലാം ഓർക്കാതെ വണ്ണം മറഞ്ഞിട്ട് തന്നെത്താൻ അനുഗ്രഹിക്കണം. തലയ്ക്ക് വെച്ചിട്ട് പറയണം, എന്നെ പോലെ അനുഗ്രഹിക്കപ്പെട്ടൊരു ജീവിതമില്ല. കാരണം എന്നെ അനുഗ്രഹിച്ചത് കർത്താവായ യേശുവാണ്. ഇത്ര ഐക്യമുള്ളൊരു തല വേറെ ഇല്ല. എന്തിനേയും തിരിച്ചറിയാൻ കഴിയുന്ന അത്ര പവർഫുള്ളായ ഐക്യം, നല്ല ഓർമ്മശക്തി, തെറ്റും ശരിയും മനസ്സിലാക്കാൻ കഴിയുന്ന അനുഗ്രഹിക്കപ്പെട്ടൊരു തലയ്ക്കായി നന്ദി. ഒരു മനുഷ്യന്റെ എല്ലാ ആവശ്യങ്ങളും നൽകുന്ന തലയാണ്. അങ്ങനെയാണെങ്കിൽ യേശു നിന്റെ തലയാണെങ്കിൽ എത്ര ബ്ലസ്സഡ് ആയിരിക്കും.
പ്രശ്നത്തെ കാണാതെ മനുഷ്യന്റെ സകല പ്രശ്നങ്ങളും പരിഹരിച്ച കർത്താവ് നിന്റെ തലയായിരിക്കുമ്പോൾ ഏത് പ്രശ്നത്തിനാ സൊല്യൂഷൻ ഇല്ലാത്തത്? ആയതിനാൽ വിഷയങ്ങളെ ഊതിപ്പെരുപ്പിക്കാതെ, പ്രശ്നത്തിന്റെ സങ്കീർണതയെ നീ ചകഞ്ഞു നോക്കാതെ, നീ നിന്റെ പ്രശ്നത്തെ നേരിൽ അഭിമുഖീകരിക്കുന്നതിന് മുമ്പേ അതിനെ റിസോൾവ് ചെയ്ത ഒരു കർത്താവ് നിന്റെ തലയായിരിക്കുകയാണ്. കാണുവാൻ നിന്റെ കണ്ണ് തുറക്കട്ടെ, വിശ്വസിക്കാൻ നിന്റെ ഹൃദയത്തെ നീ ഒരുക്കിയാട്ടെ, കുറവിന്റെ പരാജയത്തിന്റെ ചിന്തകൾക്ക് ഇന്ന് വിരാമം കുറിച്ചാട്ടെ. എന്നും പറയുക, എപ്പോഴും നീ പറയാ, നീ ഒരു അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാണ്. എനിക്കെല്ലാം കഴിയും. എന്നെപ്പോലെ കഴിവുള്ളൊരു മനുഷ്യനില്ല. ഞാൻ സ്നേഹിക്കുവാനും ബഹുമാനിക്കുവാനും യോഗ്യനാണ്. എന്റെ ജീവിതം അനേകർക്കൊരു അനുഗ്രഹമാണ്. നിന്റെ ചിന്തകൾക്ക് മാറ്റം വരട്ടെ. നീ ഒരു തലയാണ് എന്ന് ഒന്ന് കാണുവാൻ നിന്റെ കണ്ണുകൾ തുറക്കട്ടെ. എങ്കിൽ നിങ്ങളുടെ ജീവിതം മാറുന്നത് കാണുവാൻ കഴിയും. യേശു പറയുകയാണ്, സ്വർഗത്തിലെ സകല അനുഗ്രഹത്താണ് ഞാൻ നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഇപ്പൊ ക്രിസ്തുവിലെ സകല അനുഗ്രഹത്താൽ ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. അത് കാണുവാൻ കണ്ണു തുറക്കുക, അത് അനുഭവിക്കുവാൻ നീ യോഗ്യനാണെന്ന് തിരിച്ചറിയുക. അതിനോടുള്ള നിന്റെ മനോഭാവത്തെ നീ കറക്റ്റ് ചെയ്യുക. തെറ്റായ ചിന്തകളും അഭിപ്രായങ്ങളും മാറ്റുക. നിന്റെ ജീവിതം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. ഇത്ര മഹത്വമുള്ള ലൈഫിനെ ഓർത്താൽ എങ്ങനെ നമുക്ക് നന്ദി പറയാതിരിക്കാൻ പറ്റും? ഒരിക്കൽ വികലമായ ചിന്തകൾ എന്നെ ഭരിച്ചപ്പോൾ ഞാനൊരു മീറ്റിംഗ് കഴിഞ്ഞ് മടങ്ങി വരുന്ന സമയത്ത് ബസ്സിൽ കയറിയപ്പോൾ പരാജയത്തിന്റെ കുറവിന്റെ ചിന്തകൾ എന്നെ ഭരിച്ചപ്പോൾ പെട്ടെന്ന് ദൈവത്തിന്റെ ഉള്ളിൽ ഒരു പാട്ട് തരുവാണ്ടിയത്. ഇന്നുമെന്നും അമ്മയേക്കാ ഉറ്റു സ്നേഹിച്ച യേശുവേ, ജീവൻ തന്ന് വീണ്ടെടുത്ത് പുത്രനാക്കിയ എന്നേശുവേ, ജീവൻ തന്ന് വീണ്ടെടുത്ത് പുത്രനാക്കിയ എന്നേശുവേ, നന്മയെല്ലാം എന്നിലാക്കി നിത്യനായ ദൈവമേ, അങ്ങേഹിതം പോലെന്നെയും നിത്യം നടത്തുന്ന എൻ ദൈവമേ, അങ്ങേഹിതം പോലെന്നെയും നിത്യം നടത്തുന്ന എന്നേശുവേ, പാപം പോക്കി ശുദ്ധനാക്കി ക്രൂശിലേത്തൻ യാഗത്താ പാപമെല്ലാം നീക്കി എന്നിൽ ശുദ്ധി ചെയ്യും തൻ രക്തത്താൽ, പാപമെല്ലാം നീക്കി എന്നിൽ ശുദ്ധി ചെയ്യും തൻ രക്തത്താൽ. ദൈവത്തിന്റെ ആത്മ പറയുന്നു, നിങ്ങൾ ഉയർച്ച തന്നെ പ്രാപിക്കും.
താഴ്ച പ്രാപിക്കില്ല. കാരണം നിങ്ങൾ തലയാകും. ഈ സമൃദ്ധമായ ചിന്തകളാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.